ഇനി നമ്മൾ ഡെഫിനീഷനായിട്ട് പറയാൻ പോവാണ്. ഈ മീനിങ്ങും ഡെഫിനേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, റിലയബിൾ ആയിട്ടുള്ള എന്ത് കാര്യവും നമുക്ക് ഇൻട്രൊഡക്ഷൻ പോലെ എഴുതി വെക്കാൻ പറ്റും. പക്ഷേ ഡെഫിനീഷനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഓരോരുത്തരും പറഞ്ഞ കോഡ്സ് അത് കോട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് എഴുതേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ ഡെഫിനീഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഇതേപോലെ ബൈ ഹാർട്ട് പഠിച്ച് സെൻറ്റൻസുകൾ എഴുതി വെക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. നോക്കിക്കേ, ഈ ഡെഫിനേഷൻ ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അതൊരു 3-4 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പറയുന്നതാണ് ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് ബിഹേവിയറിൽ വരുന്ന ചേഞ്ച് ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ റോബർട്ട് എസ് വുഡ്വർത്ത് എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തിരിക്കുന്നത്? The modification of behavior through experience. അപ്പോൾ റോബർട്ട് എസ് വുഡ്വർത്ത് എന്ന് പറയുന്ന ആളുടെ ആ ഒരു കൺസെപ്റ്റ് പ്രകാരം ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസ്. നമ്മുടെ എക്സ്പീരിയൻസുകൾക്ക് അനുസരിച്ച് നമ്മുടെ ക്യാരക്ടർ മാറുക. നമുക്ക് ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസ് വരുമ്പോൾ അതിനനുസരിച്ച് നല്ല ബിഹേവിയറൽ ചേഞ്ചസ് വരും. ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിലോ അതിനനുസരിച്ച് നമ്മുടെ ബിഹേവിയർ മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു റോബർട്ട് എസ് വുഡ്വർത്ത് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസസ്. ഓക്കെ, ദെൻ ഇത് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ബിഹേവിയർ. അതിൻ്റെ ബേസിസിൽ നമുക്ക് ലേണിങ്ങിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ ഗിൽഫോർഡ് എന്ന് പറയുന്ന ആള് ലേണിംഗ് എന്ന് പറയുന്നതിനെ ഓർഗനൈസേഷൻ ഓഫ് ബിഹേവിയർ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. നോക്കിക്കേ, an organization of behavior that result from experience. അപ്പോൾ നമ്മുടെ വുഡ്വർത്ത് പറഞ്ഞത് എക്സ്പീരിയൻസ് നിന്ന് കിട്ടുന്ന ബിഹേവിയർ ചേഞ്ച് ആണ് ലേണിംഗ് എന്നാണ്. ഗിൽഫോർഡ് പറയുന്നത് എന്താണ്? ഒന്നും കൂടി അതിന് മോഡിഫൈ ചെയ്തു. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ബിഹേവിയർ ആണ്. ഒരു എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളെ നമ്മൾ ഓർഗനൈസ് ചെയ്യാണ്. അതിനെ പ്രോപ്പറായി ഓർഗനൈസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേണിംഗ് എന്ന് പറയുന്നത്. ആരുടെ പ്രകാരം? ഗിൽഫോർഡിന്റെ പ്രകാരം. ഓക്കെ, ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ലേണിംഗ് എന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? ലേണിംഗ് ഇസ് ദ റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ന്യൂ ആക്ടിവിറ്റി. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളൊരു പുതിയ കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റീഇൻഫോഴ്സ്മെന്റ് ആണ്, അതായത് നമുക്ക് കിട്ടുന്ന പ്രതിഫലം. ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുകയാണ്. ആ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്നും നമുക്ക് ഒരുപാട് നല്ല നല്ല നോളേജ് കിട്ടും അല്ലേ? അപ്പോൾ ആ നോളേജ്, നമുക്ക് ആ കിട്ടുന്ന നോളേജ് എന്ന് പറയുന്നതാണ് അവിടെ നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ കുട്ടി തീ തൊട്ടു അല്ലെങ്കിൽ ഒരു ദീപം തൊട്ടു, അപ്പോൾ അത് ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റിയിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടുന്നത് എന്താ? തീ തൊട്ടാ പൊള്ളു. സോ നമ്മൾ ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അതിൽ നിന്നും കിട്ടുന്ന പ്രതിഫലം, അതായത് അതിൽ നിന്നും കിട്ടുന്ന റീഇൻഫോഴ്സ്മെന്റ് ആണ് നമ്മുടെ ലേണിംഗ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് BF സ്കിന്നർ പറഞ്ഞിട്ടുള്ളത് ലേണിംഗ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് behavior is strengthened or weakened by the consequences that follow it. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മൾ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ പറഞ്ഞു, നല്ല രീതിയിൽ നമ്മളൊരു ആൻസർ പറഞ്ഞാൽ ടീച്ചർ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യും അല്ലേ? നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ടീച്ചർ നല്ലൊരു കാര്യം എനിക്ക് നല്ല രീതിയിൽ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തു, അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അപ്പം എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. അതായത് നമുക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാരക്ടർ കുറച്ചുകൂടി സ്ട്രെങ്തേൺ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഒരാൾ നല്ലതാണ് എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും നമുക്കത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുകയല്ലേ ചെയ്യാം. സോ ലേണിംഗ് എന്ന് പറയുന്നത് എയ്തർ നമ്മുടെ ബിഹേവിയർ സ്ട്രെങ്തൺ ആവാം. ഇനി ഇതേപോലെ തന്നെ ക്ലാസ്സിൽ ഒരു കുട്ടി ഇരുന്ന് ഭയങ്കര സംസാരമാണ്, ടീച്ചർ ആ കുട്ടീനെ ചീത്ത പറഞ്ഞു, നല്ല രീതിയിൽ ചീത്ത പറഞ്ഞു. അപ്പൊ എന്തുണ്ടാവും? എല്ലാവരുടെ മുന്നിൽ നിന്നും ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടിയത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് പിന്നീട് സംസാരിക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞു വരും. അതായത് അവിടെ എന്താ സംഭവിച്ചത്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടിയപ്പോൾ ആ കുട്ടിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് വീക്കൺ ചെയ്യാണ് ചെയ്തത്. ഓക്കെ,
സോ അക്കോർഡിംഗ് ടു സ്കിന്നർ ലേണിംഗ് എന്ന് പറയുന്നത് either നമ്മുടെ ഒരു ക്യാരക്ടർ സ്ട്രെങ്തൺ ആവാം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വീക്കൺ ആവാം. ഇത് രണ്ടും എന്താണ്? ലേണിംഗ് ആണ്. ഇത് രണ്ടും എന്തിനെ ബേസ് ചെയ്തിട്ടിരിക്കുകയാണ്? നമുക്ക് കിട്ടുന്ന റീഇൻഫോഴ്സ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ ബിഹേവിയർ സ്ട്രെങ്തൺ ആവും, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിലോ ആ ബിഹേവിയർ നമുക്ക് വീക്കൺ ആവുകയാണ് ചെയ്യുന്നത്.